ഇന്ത്യയിൽ ഈ വർഷം റീചാർജ് പ്ലാനുകളുടെ നിരക്ക് ഉയരുമെന്ന നിലയിൽ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ജൂലൈയിൽ നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ ക്ഷീണം ഇന്ത്യയിലെ ടെലികോം വരിക്കാർക്ക് ഇനിയും മാറിയിട്ടില്ല എന്ന് പറയണം. അപ്പോഴാണ് വീണ്ടും ഒരു ടെലികോം നിരക്ക് വർധന കൂടി വരുന്നത്. ഈ നിരക്ക് വർധനയുടെ ഭാരം തലയിൽ വീഴാതിരിക്കണമെങ്കിൽ സാധ്യമായ വഴികളിലൊന്ന് നിലവിലുള്ളതിൽ ഒരു മികച്ച വാർഷിക പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിലവിലെ സിം BSNL-ലേക്ക് പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് BSNL തിരഞ്ഞെടുക്കണമെന്ന ചോദ്യമുണ്ടാകും. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടെലികോം ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ടെലികോം കമ്പനി BSNL ആണ്. മറ്റ് കമ്പനികൾ ഈടാക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ BSNL വാലിഡിറ്റി, കോളിംഗ്, ഡാറ്റ എന്നിവയെല്ലാം നൽകുന്നുണ്ട്. ഒരു BSNL പ്ലാനും അതേ ആനുകൂല്യങ്ങൾക്ക് സ്വകാര്യ കമ്പനികൾ ഈടാക്കുന്ന നിരക്കുമായി താരതമ്യം ചെയ്താൽ വ്യത്യാസം ഈസിയായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നിലവിലെ നമ്പർ മാറാതെ തന്നെ ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ തുടങ്ങിയ ഏത് ടെലികോം കമ്പനിയിലേക്കും പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. ഇത് പ്രയോജനപ്പെടുത്തി ഈസിയായി തന്നെ BSNL വരിക്കാരാകാം. എന്നാൽ ഒരു ടെലികോം കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് സിം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്നും എങ്ങനെ പോർട്ട് ചെയ്യാമെന്നും നോക്കാം. സിം പോർട്ട് ചെയ്യും മുമ്പ് അറിയേണ്ട കാര്യങ്ങൾ നോക്കാം. ആദ്യം, മൊബൈൽ നമ്പറിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കരുത്. മൊബൈൽ നമ്പർ സബ് ജുഡീസ് ആയിരിക്കരുത്, അതായത് ഏതെങ്കിലും കോടതി കേസുമായി ബന്ധപ്പെട്ടുള്ളതാവരുത്. സബ്സ്ക്രൈബർ കരാർ പ്രകാരം കരാർ ബാധ്യതകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നിലവിലെ ഓപ്പറേറ്റർമാരുടെ കീഴിൽ 90 ദിവസമെങ്കിലും പൂർത്തിയായിരിക്കണം. ബില്ലടയ്ക്കാൻ ബാക്കിയുണ്ടാവരുത്. എങ്ങനെ സിം പോർട്ട് ചെയ്യണം എന്ന് നോക്കാം. പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് യുണീക്ക് പോർട്ടിംഗ് കോഡ്, അതായത് UPC ജനറേറ്റ് ചെയ്യണം. ഈ കോഡ് ലഭിക്കാൻ പോർട്ട് എന്ന ഫോർമാറ്റിൽ 1900 SMS അയക്കണം. അപ്പോൾ UPCയും ആ നമ്പറിന്റെ വാലിഡിറ്റിയും അടങ്ങുന്ന ഒരു മെസ്സേജ് ലഭിക്കും. ശേഷം അടുത്തുള്ള BSNL കസ്റ്റമർ കെയർ സെന്ററിലോ റീറ്റെയിൽ ഔട്ട്ലെറ്റിലോ അംഗീകൃത ഫ്രാഞ്ചൈസിയിലോ പോകണം. MNP ആരംഭിക്കുന്നതിന് ഒരു കസ്റ്റമർ അപേക്ഷാ ഫോം, അതായത് CAF പൂരിപ്പിക്കണം. വിലാസവും ഐഡന്റിറ്റിയും തെളിയിക്കുന്ന രേഖകളും കയ്യിൽ കരുതാൻ മറക്കരുത്. ഡിജിറ്റൽ KYC പൂർത്തിയായാൽ പുതിയ BSNL സിം കാർഡ് ലഭിക്കും. MNP റിക്വസ്റ്റ് അംഗീകരിച്ച ശേഷം പോർട്ടിംഗ് തീയതിയും സമയവും നിങ്ങളെ അറിയിക്കും. നിലവിലുള്ള നെറ്റ്വർക്ക് സേവനം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സിം ഫോണിൽ ഇടണം. സിം പോർട്ട് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള പ്രോസസ്സിംഗ് ഫീസും ഈടാക്കുന്നില്ല. പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കാൻ ഒരു നമ്പർ കൂടി BSNL നൽകുന്നുണ്ട്. 1801801503 എന്ന BSNL ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് സഹായം തേടാവുന്നതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.